സാറേ നോട്ടീസ് എഴുതി തന്നെ ആരാ വായിക്കുന്നത്? ഇയാൾ വായിക്കണം, അവിടെ കൊണ്ടു കൊടുത്താൽ അവിടെ വായിക്കുന്ന ആൾക്കാരാണ്. എൻ്റെ പൊന്ന് സാറേ, ക്ലാസ്സിലെങ്ങും ഒറ്റ സാറന്മാരും ഇല്ല. ആകെ ആ മലയാളം സാറുണ്ട് അവിടെ ഇരുന്ന് പിള്ളേരെ പാട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കും. അയ്യേ, അവരെ കൂടെ പോയി? അവരെല്ലാം ഐശ്വര്യ കല്യാണത്തിന് പോയി. ആരെ? നമ്മുടെ കഴിഞ്ഞ വർഷത്തെ കോളേജ് യൂണിയൻ ചെയർമാനായിരുന്ന പയ്യൻ്റെ കല്യാണം. അയ്യേ, എന്നെ വിളിച്ചാണ്. പിന്നെ സാറിനെ ഇല്ലേ അവൻ വന്ന് ആദ്യം വിളിച്ചത്? പോണ്ടേ? പിന്നെ പോണം. പോവാം. ഒരു കാര്യം ചെയ്യും, സാറിന് കാറുണ്ട്, നമുക്ക് രണ്ടുപേരും കൂടെ പോയിട്ട് ഡിബീനിങ് വരാം. ഓസിന് പോവാന്ന്? അതെ, ഓസിന് പോയിട്ട് വരാം. എന്നാ പിന്നെ സാറ് വരുന്നില്ലല്ലോ? ഞാൻ പോയിട്ട് 2 മണിക്കൂറിനകം വരാം. ഉള്ളതാ. അപ്പോൾ ഞാൻ പോയിട്ട്. ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്. എന്നിട്ടേ പറ. ഗുഡ് മോർണിംഗ് സാർ. പറ, നീ പറയൂ. ആരെങ്കിലും ഒരാൾ പറയട്ടെ, എനിക്ക് ഇവിടെ വേറെ ജോലിയുണ്ട് ഇവിടെ. സാറേ, ഞങ്ങളതെങ്ങനെ പറയും? സാറിനോടുള്ള സ്നേഹം ബഹുമാനമൊക്കെ ആലോചിക്കുമ്പോൾ എനിക്കത് പറയാൻ പറ്റില്ലടാ. എനിക്ക് പറയാൻ പറ്റില്ല. സാർ എന്ത് കാര്യം ഏൽപ്പിച്ചാലും ഞങ്ങളത് ചെയ്യാറില്ലേ സാറേ? വളരെ ആത്മാർത്ഥതയോടുകൂടി ഞങ്ങളത് ചെയ്യാറുണ്ട്. ചെയ്യാറുണ്ട്. ഞങ്ങളതിലൊരു കള്ളത്തരം കാണിച്ചിട്ടൊന്നുമില്ലല്ലോ സാർ? ഇല്ല. സാറിൻ്റെ സഹപ്രവർത്തകർ സാറിനോട് എന്തെങ്കിലും അനീതിയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ സാറ് സഹിക്കുമോ? അല്ല, അങ്ങനെ കാണിച്ചാൽ നീ സഹിക്കൂടാ? എനിക്ക് സഹിക്കാമല്ലോ, പഠിച്ചോനാണ് ഞാൻ സഹിക്കില്ല. എനിക്കത് കേൾക്കാൻ പോലും ഉള്ള ഇതില്ല, എനിക്ക് അതിനുള്ളൊരു കപ്പാസിറ്റി ഇല്ല. പക്ഷേ സാറത് അതായത് സാറിനെ പോലുള്ള ഒരാളോട് സഹപ്രവർത്തകർ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. സാറ് ഒരുപാട് സാർ എങ്ങനെയാണ് ഇവിടുത്തെ അധ്യാപകർക്ക് പെരുമാറണമെന്ന് ഞങ്ങൾക്കറിയാം. സാർ ഇവൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഉണ്ടല്ലോ സാറേ, വലിച്ചു കീറി ഞാൻ മുഖത്തെറിഞ്ഞാണ് സാറേ. ഇത് സാറേ, ഈ പയ്യന്റെ ഒരു സർട്ടിഫിക്കറ്റിന്റെ കാര്യത്തിന് വേണ്ടി ഒപ്പിടിക്കാൻ വേണ്ടിയിട്ട് ബാലൻ സാറിന്റെ അടുത്ത് പോയി. അപ്പോൾ ബാലൻ സാർ ഒപ്പിട്ട് കൊടുത്തില്ല. അയാൾ മാത്രമേ ഉള്ളോ? വേറെ ആരും ഇല്ലേ? അല്ല, ഒരുപാട് പേരുണ്ട്. അന്നെന്ത് കല്യാണം? എല്ലാവരും കല്യാണത്തിന് പോയി, ബാലൻ സാർ മാത്രമേ ഇവിടെ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് പോയതല്ലടാ. എന്നിട്ട് സാറേ ഒപ്പിട്ട് കൊടുക്കാൻ വേണ്ടി ചെന്നപ്പോഴത്തേക്ക് പ്രിൻസിപ്പൾ ഒപ്പിട്ടതല്ലേ, ഞാൻ അതിന്റെ കോപ്പി ഇല്ല. അങ്ങനല്ല, ഞാൻ ഒപ്പിട്ടിരുന്നു. അങ്ങനെ അതല്ല, സാർ ഒപ്പിട്ട് കൊടുത്തില്ലല്ലോ. ഒറിജിനലിന്റെ കോപ്പി, ഒറിജിനൽ ഇവിടെ അല്ലേ? അതിന്റെ കോപ്പി സാർ ഒപ്പിട്ട് കൊടുത്തത് ഇപ്പൊ നേരെ കൊണ്ട് ബാബുലേൻ സാറിന്റെ അടുത്ത് കൊണ്ടുപോയി. മനസ്സിലായി. അപ്പൊ ബാബുലേൻ സാറിന്റെ അടുത്ത് കൊണ്ടുവന്നപ്പോഴത്തേക്ക് ബാബുലേൻ സാറ് ഒപ്പിട്ട് ഇത് ആരും ഒപ്പിട്ടെന്ന് ചോദിച്ചു. അപ്പൊ ഇവൻ പറഞ്ഞു പ്രിൻസിപ്പാൾ ഒപ്പിട. പ്രിൻസിപ്പാൾ ആരാണ്? പ്രിൻസിപ്പാളിന്റെ ഒപ്പ് ഞാൻ എങ്ങനെ ഇതാണ്? പ്രിൻസിപ്പാൾ മറ്റാണ്. അങ്ങനെ എന്തൊക്കെയോ സാറിന് പറയാ ഇനി ഒന്നുമില്ല സാർ. അല്ല, അവരൊക്കെ എന്താ സാർ ഇങ്ങനെ പറഞ്ഞത്? പ്രിൻസിപ്പൾ ഒന്നുമില്ല, സാർ ഇവിടുത്തെ ഒരു കോളേജിന്റെ ഒരു പ്രിൻസിപ്പൾ അല്ലേ? അല്ല, നമ്മളിനി പറയണ കള്ളമായിട്ടാണ് സാറിന് തോന്നുന്നത്. നീ പറഞ്ഞു ഞാൻ പറയുന്നു സത്യം തന്നെ സാറേ. ഞങ്ങൾ കള്ളത്തരം സാറിന് അങ്ങനെ തോന്നണമെങ്കിൽ അവനോട് ചോദിച്ചു. പിന്നെയാണ് ഇവൻ്റെ സർട്ടിഫിക്കറ്റാണ് കൊണ്ടുപോയി. അതിപ്പോൾ നമ്മളിത് സാറിന് ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞതിൽ വല്ല വിഷമമുണ്ട് സാറേ? വിഷമമൊന്നുമില്ല. അപ്പോൾ നമ്മളിത് പറഞ്ഞെന്നുള്ള സാറിന് അറിയാൻ വേണ്ട അല്ലേ? ഇല്ല സാറ് വഴക്കൊന്നും പറയണ്ട. നിങ്ങൾ പോ, എനിക്ക് വിഷമമൊന്നുമില്ല, ഞങ്ങൾ പോയി. സാറൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്കെന്ത് ഭയങ്കരമായിട്ട് വിഷമം തോന്നിയോ? അതുകൊണ്ടൊന്നും പറഞ്ഞില്ല, എനിക്ക് വിഷമമില്ല, ഞങ്ങൾ പോവാം. എന്നാലും ഒരു സ്ഥാപനത്തിൻ്റെ ഒരു വേണ്ടപ്പെട്ട ഒരാളോട് ഇങ്ങനെയൊക്കെ സഹപ്രവർത്തകർ അല്ല, നമുക്ക് പറയാം, സാറിൻ്റെ അടുത്ത് പറയാം. എനിക്ക് വിഷമമൊന്നുമില്ല, ഞാൻ ഇതൊക്കെ മുൻകൂട്ടി കണ്ടത് തന്നെ. കൂടെ ഇരിക്കുന്നമാര് തന്നെ പറയട്ടെ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് കൊല്ലണം മനുഷ്യനെ. വേറെ ആര് പറഞ്ഞാലും കുഴപ്പമില്ല. ആര് പറഞ്ഞു? ഞാൻ കരഞ്ഞിട്ടൊന്നുമില്ല. അങ്ങനെ ഉരുവണ മനസ്സൊന്നുമല്ല എൻ്റെത്. നിങ്ങൾ പോ. സാറത് ചോദിക്കുന്നു വേണ്ട സാറേ. പോടേ കുറിഞ്ചും വേദനിപ്പിക്കാൻ വേണ്ടി മാത്രം ജനിച്ചാൽ മതി. കഴിഞ്ഞ മാത്രമാണ് മക്കളെ ശത്രുക്കളെന്ന് പറയും. അവനൊക്കെ പണ്ടാരടങ്ങാനായിട്ട്. പേന തറ വീഴുന്നു. ഞാൻ പോടാ. ഓ പോടേ. സാർ സ്നേഹിപ്പിക്കും, കരയിപ്പിക്കും, പിന്നെ ചിരിപ്പിക്കും, സന്തോഷിപ്പിക്കും.
ദേനവന്മാരെ പരിപാടി. എടാ സംഗതി ഏൽക്കോ അതോ കൊളാവോ? എടാ ഈ പൊറിഞ്ചൊരു അമ്പ് ചെയ്താ തൊടുക്കുന്നെടുത്ത് കൊള്ളും. തൊടുക്കുന്നെടുത്തോ? അല്ല, കൊള്ളേണ്ട അടുത്ത് കൊള്ളും. അങ്ങനെ പറ. ബാഹുലേൻ സാർ ഏതോ ലോൺ എടുക്കാൻ സാലറി സർട്ടിഫിക്കറ്റിന് വേണ്ടി ഓടി നടക്കാൻ. അതാര് പറഞ്ഞു? നമ്മുടെ വാസുവണ്ണം പറഞ്ഞു. ആഹാ. പ്രിൻസിപ്പാളിനെ ഇപ്പൊ ബാഹുലേൻ സാർ ചെന്ന് കാണും. അപ്പൊ കളി തുടങ്ങും. അളിയാ നീ നോക്കിക്കൂടാ, ഒക്കെ ശരിയാക്കടാ നമുക്ക്. വാ. എന്നാലും ഇത് അവരെങ്ങനെ അറിഞ്ഞു നമ്മൾ അവിടെ പ്രാക്ടീസ് ചെയ്ത കാര്യം? ശരിയാ. ഇവിടെ പറഞ്ഞോളൂ. പറഞ്ഞോടി. എടുത്ത് അടിച്ചിരും കേട്ടോ. മിണ്ടായിരുന്നു അവിടെ. പിന്നെ അവന്മാരെങ്ങനെ അറിഞ്ഞേ? അത് എനിക്ക് എങ്ങനെ അറിയാം? എങ്ങനെയോ ചോർത്തിയിട്ടുണ്ട് നീ. കൂടുതലാക്കല്ലേ? തോന്നിയോ? തോന്നി. അല്ല, അല്ലെങ്കിൽ തന്നെ നിനക്ക് അവനെ പ്രേമിച്ചാൽ എന്താടി? കാണാൻ കേട്ടില്ലോ അല്ലേ? ആ ചിരിക്ക് കൊടുക്കണമല്ലോ പൈസ. എന്താ എമിലി ചേച്ചിയും പുരിഞ്ചു ചേട്ടന്. അതെ, പൊറിഞ്ചു എമിലി. ആ പറഞ്ഞു തീരുന്നില്ല. അതായത് ബഹുമാനം വേണ്ട, എല്ലാം മനസ്സിൽ മതി. ധൃതി ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇനി ഇരുന്നിട്ട് എന്താ നിങ്ങളുടെ തിരുമോന്താണ് മാറുന്നുണ്ട്. ഓള് വീഴുന്ന എനിക്ക് തോന്നില്ല മോനെ. ഇല്ലടാ, നോക്കിയിരുന്നാ ചെലപ്പോ വീഴും. വീണാ നമുക്ക് ചിരിക്കാം. അല്ലാണ്ട് ഒരു ചായ. എന്റെ അമ്മോ, എന്തൊരു കല്യാണമായിരുന്നു. ഈ കോളേജിൽ പഠിച്ച് കോളേജ് യൂണിയൻ ചെയർമാനായി ഉദ്യോഗസ്ഥനായി ജോലിയുള്ള ഒരു പെണ്ണിനെയും കെട്ടി. അങ്ങനെ ആ പിള്ളേർ ആരുടെ കാര്യം പറഞ്ഞു? ഈ കോളേജിൽ പഠിച്ച ചെറുക്കൻ്റെ കാര്യമാണ് പറഞ്ഞത്. നമുക്ക് അങ്ങനെ ആ പൂപ്പ ജോലിയൊന്നുമില്ല. നമ്മൾ IAS ഒക്കെയാണ് എൻ്റെ ലക്ഷ്യം. IAS ഒന്നും എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് IPS ആണ് ഇഷ്ടം. കൊള്ളാം കൊള്ളാം കൊള്ളാം, എല്ലാം കൊള്ളാം. എൻ്റെ മക്കൾ ആദ്യം ഡിഗ്രി പറഞ്ഞ് പാസ്സാകാൻ നോക്ക് കേട്ടോ. ചേട്ടാ, ചേട്ടനെ കൊണ്ട് ഒരു ആവശ്യം ഉണ്ടായിരുന്നു. എന്താ ആവശ്യം? കാണാതിരിക്കായിരുന്നു. ആണോ? ഒരുവിധപ്പെട്ട ഒരു എല്ലാ സഹായവും നിർത്തി കേട്ടോ. രാത്രി ഉറക്കമൊഴിഞ്ഞുള്ള ഒരു പരിപാടിക്ക് ഇനിയാണില്ല. വീട്ടിൽ ഭയങ്കര വഴക്കാണ്. ആരാണ്ടോ എന്ന് പെണ്ണുമ്പിള്ളേരുടെ അടുത്ത് പറഞ്ഞു എനിക്ക് കോളേജിൽ ആരാണ്ടോ ആയിട്ട് കണക്ഷൻ ഉണ്ടെന്ന്. ആ, ഒരു 11 KB കുറവുണ്ട്. ചേട്ടാ, ചേട്ടൻ ഇന്നൊരു 100 രൂപയ്ക്ക് റീചാർജ് ചെയ്ത് തരാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അതെന്താ പെട്ടെന്ന് എന്നോടൊരു സ്നേഹം? അല്ല, അങ്ങനെ ഒരു ഒഴിവിളി. കൊള്ളാം കൊള്ളാം, മനസ്സിലായി. എന്നിട്ട് ഏതെങ്കിലും പെമ്പിള്ളാരെ വിളിച്ച് തോന്നി ദിവസം പറയാനല്ലയോ? എന്റെ വന്നം പറ്റി ആ ഉൾവിളി ഒന്നും എന്നോട് വേണ്ട കേട്ടോ. ഏട്ടാ, അറക്കണേന് മുന്നേ കിടന്ന് പിടയ്ക്കാതെ ഞങ്ങൾ കാര്യം പറയട്ടെ. എന്നാ അറക്ക് പറ. ഇത്രേ ഉള്ളൂ. ഇത് ഞാനേറ്റു 150 രൂപ ചാർജ് ചെയ്ത് തരുന്നില്ലയോ? ഒരു ചായ പറയട്ടെ. ചായ ഇവിടെ കിട്ടൂല, അവിടെ പോയി കുടിക്കണം. എന്നാ പിന്നെ അങ്ങോട്ട് പോയി കുടിക്കാം. അങ്ങോട്ട് പോയി കുടിക്കാം, പക്ഷെ 100 രൂപയാണ് പറഞ്ഞത്. 150 രൂപയാണ് പറഞ്ഞത്. എന്നിട്ട് നമുക്ക് ചായ കുടിച്ച് അന്തസായിട്ട് കാര്യങ്ങൾ തുടങ്ങിക്കളയാം. ഒരു കാര്യം, 100 രൂപയ്ക്ക് ചാർജ് ചെയ്യണം. ചായന്റെ പൈസ ചേട്ടൻ കൊടുക്കും. 150 രൂപ 150. ഇല്ല ഇല്ല, കാര്യമല്ലോ. ബാ